ഇന്ന് ദിവസം 50. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ പുറപ്പാട് അധ്യായം 37, 38, ലേവ്യർ അധ്യായം 26, സങ്കീർത്തനങ്ങൾ അധ്യായം 82. പുറപ്പാട് അധ്യായം 37. സാക്ഷ്യപേടകം. ബസാലേൽ കരുവേല തടി കൊണ്ട് പേടകമുണ്ടാക്കി. അതിൻ്റെ നീളം 2.5 മുഴമായിരുന്നു. വീതിയും ഉയരവും 1.5 മുഴം വീതവും. തനി സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിഞ്ഞു. അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരരികുപാളി പിടിപ്പിച്ചു. 4 സ്വർണ്ണ വളയങ്ങളുണ്ടാക്കി 4 മൂലകളിൽ ഘടിപ്പിച്ചു. ഒരു വശത്ത് 2ഉം മറുവശത്ത് 2ഉം. അവൻ കരുവേല തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പേടകം വഹിക്കുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരുന്നു. കൃപാസനത്തിൻ്റെ അഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ്ണ തകിട് കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിച്ചു. 2 അഗ്രങ്ങളിലും 1 വീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു. കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു. തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ. കരുവേലത്തടി കൊണ്ട് അവൻ മേശയുണ്ടാക്കി. അതിന് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവുമുണ്ടായിരുന്നു. തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും മുകൾ ഭാഗത്ത് ചുറ്റിലും സ്വർണം കൊണ്ട് അരികുപാളി പിടിപ്പിക്കുകയും ചെയ്തു. അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ട് അരികുപാളിയും പിടിപ്പിച്ചു. അവൻ 4 സ്വർണ്ണ വളയങ്ങൾ നിർമ്മിച്ച് അവ മേശയുടെ 4 കാലുകളിൽ ഘടിപ്പിച്ചു. മേശ വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു. ഈ തണ്ടുകൾ അവൻ കരുവേല തടി കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ, താലങ്ങൾ, തട്ടങ്ങൾ, കലശങ്ങൾ, പാനീയ ബലിക്കുള്ള ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. വിളക്കുകാൽ. തനി സ്വർണം കൊണ്ട് വിളക്കുകാലുണ്ടാക്കി. അതിൻ്റെ അടിത്തട്ട്, തണ്ട്, ചഷകങ്ങൾ, മുകുളങ്ങൾ, പുഷ്പങ്ങൾ എന്നിവ ഒരേ സ്വർണ്ണത്തകിടിലാണ് പണിതത്. വിളക്കുകാലിന് ഓരോ വശത്തും 3 വീതം 2 വശങ്ങളിലായി 6 ശാഖകളുണ്ടായിരുന്നു. വിളക്കുകാലിൻ്റെ 6 ശാഖകളിൽ ഓരോന്നിലും ബദാംപൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പദലങ്ങളോടും കൂടിയതുമായ 3 ചഷകങ്ങൾ വീതമുണ്ടായിരുന്നു. വിളക്കുകാലിൻ്റെ തണ്ടിന്മേൽ ബദാംപൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പദലങ്ങളോടും കൂടിയതുമായ 4 ചഷകങ്ങളുണ്ടായിരുന്നു. വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്കുകാലിൻ്റെ തണ്ടിനോട് ഒന്നായി ചേർന്ന് ഒരു മുകുളം വീതമുണ്ടായിരുന്നു. മുകുളങ്ങളും ശാഖകളും വിളക്കുകാലിനോട് ഒന്നായി ചേർന്നിരുന്നു. എല്ലാം തനി സ്വർണ്ണ തകിട് കൊണ്ട് പണിതതായിരുന്നു. അവൻ അതിൻ്റെ 7 വിളക്കുകളും തിരിയണക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. വിളക്കുകാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും 1 താലന്ത് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത്. ധൂപപീഠം. കരുവേല തടി കൊണ്ട് അവനൊരു ധൂപപീഠം പണിതു. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമുള്ള സമചതുരമായിരുന്നു. ഉയരം 2 മുഴം. അതിൻ്റെ കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരുന്നു. തനി സ്വർണം കൊണ്ട് അവൻ അതിൻ്റെ മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു. അതിന് മുകൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിച്ചു. അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി ഒരു വശത്ത് 2ഉം മറുവശത്ത് 2ഉം സ്വർണ്ണ വളയങ്ങൾ ഘടിപ്പിച്ചു. കരുവേല തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു. പുറപ്പാട് അധ്യായം 38. ദഹനബലിപീഠം. ബസാലേൽ കരുവേല തടി കൊണ്ട് ദഹനബലിപീഠം നിർമ്മിച്ചു. അത് 5 മുഴം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു. അതിൻ്റെ ഉയരം 3 മുഴവും. അതിൻ്റെ 4 മൂലകളിലും അതിനോട് ഒന്നായി ചേർത്ത് 4 കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിഞ്ഞു. ബലിപീഠത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം പാത്രങ്ങൾ, കോരികകൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിവ ഓടുകൊണ്ട് നിർമ്മിച്ചു.
അവൻ ബലിപീഠത്തിൻ്റെ മുകളിലെ അരികുപാളിക്ക് കീഴിൽ ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കുന്ന ഒരു ചട്ടക്കൂട് ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ നിർമ്മിച്ചു. തണ്ടുകൾ കടത്തുന്നതിന് ഓടുകൊണ്ടുള്ള ചട്ടക്കൂടിൻ്റെ 4 മൂലകളിൽ 4 വളയങ്ങൾ ഘടിപ്പിച്ചു. അവൻ കരുവേല തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു. ബലിപീഠം വഹിച്ചു കൊണ്ടുപോകുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. ബലിപീഠം പലകകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അതിൻ്റെ അകം പൊള്ളയായിരുന്നു. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുടെ ഓട്ടുകണ്ണാടി ഉപയോഗിച്ച് ഷാളനപാത്രവും അതിൻ്റെ പീഠവും നിർമ്മിച്ചു. കൂടാരാങ്കണം. അവൻ അങ്കണവും നിർമ്മിച്ചു. അതിൻ്റെ തെക്കുവശത്തെ മറ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതും 100 മുഴം നീളമുള്ളതുമായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. വടക്കുവശത്തെ മറ 100 മുഴം നീളമുള്ളതായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു. പടിഞ്ഞാറ് വശത്തെ മറയ്ക്ക് 50 മുഴം നീളമുണ്ടായിരുന്നു. അതിന് 10 തൂണുകളും അവയ്ക്ക് 10 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു. കിഴക്ക് വശത്ത് 50 മുഴം. അങ്കണ കവാടത്തിൻ്റെ ഒരു വശത്തെ മറകൾക്ക് 15 മുഴം നീളമുണ്ടായിരുന്നു. അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണ കവാടത്തിൻ്റെ മറുവശത്തും അപ്രകാരം തന്നെ 15 മുഴം നീളത്തിൽ മറയും അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണത്തെ ചുറ്റിയുള്ള മറകളെല്ലാം നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളവയായിരുന്നു. തൂണുകളുടെ പാദകുടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുമുള്ളതായിരുന്നു. അവയുടെ ശീർഷങ്ങൾ വെള്ളി കൊണ്ട് പൊതിഞ്ഞിരുന്നു. അങ്കണത്തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകളുണ്ടായിരുന്നു. അങ്കണവാതിലിൻ്റെ യവനിക നീലം, ധൂമ്രം, കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി ഉപയോഗിച്ചുള്ള ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കൃതവുമായിരുന്നു. അത് അങ്കണത്തിൻ്റെ മറകൾക്കനുസൃതമായി 20 മുഴം നീളവും 5 മുഴം വീതിയുമുള്ളതായിരുന്നു. അതിന് 4 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 4 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷകങ്ങളും വെള്ളിപ്പട്ടകളും ഉണ്ടായിരുന്നു. കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും കുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു. ഉപയോഗിച്ച ലോഹം. സാക്ഷ്യപേടകം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് കാണിക്കുന്ന പട്ടികയാണിത്. മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ ഇത്താമറിൻ്റെ നേതൃത്വത്തിൽ ലേവ്യരാണ് ഇത് തയ്യാറാക്കിയത്. യൂദാഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രൻ ഊറിയുടെ മകൻ ബസാലേൽ കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം നിർമ്മിച്ചു. ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിൻ്റെ പുത്രൻ ഒഹോലിയാബ് അവന് സഹായത്തിനുണ്ടായിരുന്നു. ഒഹോലിയാബ് കൊത്തുപണിക്കാരനും ശില്പവിദഗ്ധനും നീലം, ധൂമ്രം, കടുംചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് ചിത്രത്തുന്നൽ നടത്തുന്നവനുമായിരുന്നു. വിശുദ്ധ കൂടാരത്തിൻ്റെ എല്ലാ പണികൾക്കുമായി ചെലവാക്കിയ കാണിക്ക സ്വർണം വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ആകെ 29 താലന്തും 730 ഷെക്കലുമാകുന്നു. ജനസംഖ്യ കണക്കിലുൾപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 100 താലന്തും 1775 ഷെക്കലുമാകുന്നു. ജനസംഖ്യ കണക്കിലുൾപ്പെട്ടവരിൽ 20 വയസ്സും അതിനുമേലും പ്രായമുള്ളവർ ആളൊന്നിന് 1 ബക്ക വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 1/2 ഷെക്കൽ കൊടുക്കേണ്ടിയിരുന്നു. അവരുടെ സംഖ്യ 6,03,550 ആയിരുന്നു. വിശുദ്ധ കൂടാരത്തിനും തിരശ്ശീലയ്ക്കും വേണ്ടി പാദകുടങ്ങൾ വാർക്കുന്നതിന് പാദകുടം ഒന്നിന് 1 താലന്ത് വീതം 100 താലന്ത് വെള്ളി ഉപയോഗിച്ചു. 1775 ഷെക്കൽ വെള്ളി കൊണ്ട് തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കുകയും ശീർഷങ്ങൾ പൊതിയുകയും ചെയ്തു. കാണിക്കയായി ലഭിച്ച ഓട് 70 താലന്തും 2400 ഷെക്കലുമാണ്. അവൻ അതുപയോഗിച്ച് സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് പാദകുടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിൻ്റെ അഴിക്കൂടും ബലിപീഠത്തിലെ ഉപകരണങ്ങളും കൂടാരാങ്കണത്തിന് ചുറ്റുമുള്ള പാദകുടങ്ങളും അങ്കണ കവാടത്തിൻ്റെ പാദകുടങ്ങളും
കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും കുറ്റികളും നിർമ്മിച്ചു. ലേവ്യർ അദ്ധ്യായം 26. അനുഗ്രഹങ്ങൾ. നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ കൊത്തുരൂപങ്ങളോ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ദേശത്ത് സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ലുകൾ നാട്ടുകയോ അരുത്. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ. ഞാനാണ് കർത്താവ്. നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും. ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. നിങ്ങളുടെ കറ്റമെതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് സുരക്ഷിതമായി വസിക്കും. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ സ്വൈര്യമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. നിങ്ങളുടെ ദേശത്തുകൂടെ വാൾ കടന്നു പോവുകയില്ല. ശത്രുക്കളെ നിങ്ങൾ തുരത്തും. അവർ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും. നിങ്ങൾ 5 പേർ 100 പേരെയും 100 പേർ 10,000 പേരെയും ഓടിക്കും. ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളെ ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. നിങ്ങൾ പഴയ ശേഖരങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ ഭക്ഷിക്കുകയും പുതിയതിനു വേണ്ടി പഴയതിനെ മാറ്റിക്കളയുകയും ചെയ്യും. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ശിക്ഷകൾ. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളെല്ലാം അനുസരിക്കാതെയും നടന്നാൽ, എൻ്റെ നിയമങ്ങൾ ധിക്കരിക്കുകയും പ്രമാണങ്ങൾ വെറുത്ത് എൻ്റെ കൽപ്പനകൾ അനുഷ്ഠിക്കാതിരിക്കുകയും ഉടമ്പടി ലംഘിക്കുകയും ചെയ്താൽ ഞാനും അപ്രകാരം നിങ്ങളോട് പ്രവർത്തിക്കും. പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് ഹാനിയും ജീവന് തന്നെ നാശവും വരുത്തുന്ന പനിയും നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും. നിങ്ങൾ വിതയ്ക്കുന്നത് വൃഥാവിലാകും. നിങ്ങളുടെ ശത്രുക്കൾ അത് ഭക്ഷിക്കും. നിങ്ങൾക്കെതിരെ മുഖം തിരിക്കും. ശത്രുക്കളുടെ മുൻപിൽ വെച്ച് നിങ്ങൾ വധിക്കപ്പെടും. നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളെ ഭരിക്കും. പിന്തുടരാൻ ആരും തന്നെയില്ലെങ്കിലും നിങ്ങൾ ഭയപ്പെട്ടോടും. ഇതെല്ലാമായിട്ടും എൻ്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ നിങ്ങളെ 7 ഇരട്ടി ശിക്ഷിക്കും. ശക്തിയിലുള്ള നിങ്ങളുടെ അഹങ്കാരം ഞാൻ നശിപ്പിക്കും. ആകാശം നിങ്ങൾക്ക് ഇരുമ്പ് പോലെയും ഭൂമി പിത്തള പോലെയുമാക്കും. നിങ്ങളുടെ കരുത്ത് ഞാൻ നിഷ്ഫലമാക്കും. നിങ്ങളുടെ ദേശം വിളവ് തരികയോ വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയോ ഇല്ല. നിങ്ങൾ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയും എന്നെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷയായി 7 ഇരട്ടി അനർത്ഥങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ കടത്തിവിടും. അവ നിങ്ങളുടെ മക്കളെ അപഹരിക്കുകയും കന്നുകാലികളെ നശിപ്പിക്കുകയും അങ്ങനെ നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വീഥികൾ വിജനമാകും. ഈ ശിക്ഷകൾ കൊണ്ടൊന്നും നിങ്ങൾ എന്നിലേക്ക് തിരിയാതെ എനിക്കെതിരായി വ്യാപരിക്കുന്നെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ വ്യാപരിക്കും. നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങളെ ഞാൻ 7 ഇരട്ടി ശിക്ഷിക്കും. എൻ്റെ ഉടമ്പടിയുടെ പേരിൽ പ്രതികാരം ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മേൽ വാൾ വീശും. നിങ്ങൾ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മേൽ പകർച്ചവ്യാധികൾ വരുത്തും. നിങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ അപ്പത്തിൻ്റെ അളവ് കുറയ്ക്കുകയും 10 സ്ത്രീകൾ ഒരടുപ്പിൽ അപ്പം പാകം ചെയ്യും. അവർ നിങ്ങൾക്ക് അപ്പം തൂക്കി അളന്നേ തരൂ. നിങ്ങൾ ഭക്ഷിക്കും, എന്നാൽ തൃപ്തരാവുകയില്ല. ഇതെല്ലാമായിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കാതെ എനിക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ കോപത്തോടെ പ്രവർത്തിക്കും. നിങ്ങളുടെ പാപത്തിന് നിങ്ങളെ ഞാൻ 7 ഇരട്ടി ശിക്ഷിക്കും. നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികൾ നശിപ്പിക്കുകയും വിഗ്രഹങ്ങൾ വെട്ടിവീഴ്ത്തുകയും നിങ്ങളുടെ ശവശരീരങ്ങൾ ജഡവിഗ്രഹങ്ങളുടെ മേൽ വലിച്ചെറിയുകയും ചെയ്യും. ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ വെറുക്കും. ഞാൻ നിങ്ങളുടെ പട്ടണങ്ങൾ വിജനമാക്കും. വിശുദ്ധ സ്ഥലങ്ങൾ ശൂന്യമാക്കുകയും ചെയ്യും. നിങ്ങളുടെ സുരഭില കാഴ്ചകൾ ഞാൻ സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ ദേശം ഞാൻ ശൂന്യമാക്കും. അവിടെ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിനെപ്പറ്റി ആശ്ചര്യപ്പെടും. ജനതകളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ചിതറിക്കും. ഊരിയ വാളോടെ നിങ്ങളെ പിന്തുടരും. നിങ്ങളുടെ ദേശം ശൂന്യവും
പട്ടണം വിജനവുമാക്കും. നിങ്ങൾ ശത്രുക്കളുടെ ദേശങ്ങളിലായിരിക്കുമ്പോൾ ശൂന്യമായ നിങ്ങളുടെ നാട് അതിൻ്റെ സാപത്തിൽ സന്തോഷിക്കും. അത് വിശ്രമിക്കുകയും സാപത്ത് ആചരിക്കുകയും ചെയ്യും. ശൂന്യമായി കിടക്കുന്നിടത്തോളം കാലം അത് വിശ്രമിക്കും. നിങ്ങൾ അവിടെ വസിച്ചിരുന്നപ്പോൾ സാപത്തുകളിൽ അതിന് വിശ്രമം ലഭിച്ചില്ലല്ലോ. ശത്രുദേശങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം ജനിപ്പിക്കും. പിറകിൽ ഇല അനങ്ങുന്നത് കേൾക്കുമ്പോൾ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവനെ പോലെ അവർ ഓടും. ആരും പിന്തുടരുന്നില്ലെങ്കിലും അവർ നിലംപതിക്കും. ആരും പിന്തുടരുന്നില്ലെങ്കിൽ തന്നെ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴെന്ന പോലെ ഒരുവൻ മറ്റൊരുവൻ്റെ മേൽ വീഴും. ശത്രുക്കളുടെ മുൻപിൽ നിൽക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടായിരിക്കുകയില്ല. ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ അറ്റുപോകും. ശത്രുക്കളുടെ രാജ്യം നിങ്ങളെ വിഴുങ്ങിക്കളയും. ശേഷിക്കുന്നവർ അവരുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം ശത്രുരാജ്യത്ത് വെച്ച് നശിച്ചു പോകും. അവരുടെ പിതാക്കന്മാരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തവും അവർ അവരെ പോലെ നശിച്ചു പോകും. അവർ എന്നോട് കാണിച്ച അവിശ്വസ്തതയും എനിക്കെതിരെ പ്രവർത്തിച്ച തിന്മകളും ഏറ്റുപറയട്ടെ. എനിക്കെതിരായി ചരിച്ചതിനാൽ ഞാനും അവർക്കെതിരായി ചരിക്കുകയും അവരെ ശത്രുക്കളുടെ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. തങ്ങളുടെ അപരിച്ഛേദിതമായ ഹൃദയം വിനീതമാക്കി പ്രാശ്ചിത്തമനുഷ്ഠിച്ചാൽ ഞാൻ യാക്കോബിനോടും ഇസഹാക്കിനോടും അബ്രാഹത്തോടും ചെയ്ത ഉടമ്പടി ഓർക്കുകയും ദേശത്തെ അനുസ്മരിക്കുകയും ചെയ്യും. അവർ ഒഴിഞ്ഞു പോവുക നിമിത്തം പാഴായി കിടക്കുമ്പോൾ നാട് അതിൻ്റെ സാപത്തിൽ സന്തോഷിക്കും. അവർ തങ്ങളുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം ചെയ്യണം. എന്തെന്നാൽ അവർ എൻ്റെ നിയമങ്ങൾ അവഗണിച്ചു. അവരുടെ ഹൃദയം എൻ്റെ കൽപ്പനകളെ നിരസിച്ചു. ഇതെല്ലാമാണെങ്കിലും ശത്രുദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ പൂർണ്ണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല. എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. ഞാൻ ജനതകൾ കാണുകെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അവരെ പ്രതി അനുസ്മരിക്കും. അങ്ങനെ ഞാൻ അവരുടെ ദൈവമായിരിക്കും. ഞാനാണ് കർത്താവ്. സീനായി മലമുകളിൽ വെച്ച് കർത്താവ് ഇസ്രായേൽ ജനവുമായി മോശ വഴി ഉറപ്പിച്ച ഉടമ്പടിയുടെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളുമാണ് ഇവയെല്ലാം. സങ്കീർത്തനങ്ങൾ 82. ദൈവം ന്യായാധിപന്മാരുടെ വിധികർത്താവ്. ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്ര കാലം നീതിവിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും? ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ. പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ. ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ. ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ. അവർക്ക് അറിവില്ല, ബുദ്ധിയുമില്ല. അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്. നിങ്ങളെല്ലാവരും അത്യുന്നതൻ്റെ മക്കളാണ്. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും. ഏതു പ്രഭുവിനെയും പോലെ വീണുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. എല്ലാ ജനതകളും അങ്ങയുടേതാണ്.